പ്രത്യാദൃഷ്ടം നയനമപലായക്ഷലഗ്നം നശേഷു കർണാവിഷ്ടം നഗധരതികതോ യക്ഷതാമാത്മലഗ്നം യശ്രീർവാചാം ജനയതിരതിമാനം കവീനാം ദൃഷ്ട്വാ വിഷ്ണുവരുതിരതഗതം യശ്രുവാചാം ദിവിഭുജ്യന്തരിക്ഷേഷ മഹോത്പാദാൻ സമുത്തിതാൻ ദൃഷ്ട്വാ തീനാൻ സുധർമായാം കൃഷ്ണം പ്രാപുരിതോനിതം ശ്രീഭഗവാനുവാച ഏതേ ഓരോ മഹോത്പാദാദ്വാദ്വത്യാം യമഹേതവ മുഹൂർത്തമഭിനസ്തേയമത്രനോ യദുപുംഗവാം ഗുണങ്ങൾക്കും അപ്പുറം ഒരു ഭക്തൻ എത്തുന്ന സമയത്താണ് ജ്ഞാനമുദിക്കുകയും ഭഗവാനെ വിരാട് സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ ഉണർന്നു വരിക എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. എല്ലാം കൊണ്ടുപോയി ചേർത്തിട്ടും വിരാട് സ്വരൂപമായ ഭഗവാൻ ഉണർന്നില്ല. എപ്പോഴാണ് ഉണർന്നത്? അന്തരേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ സമർപ്പിച്ചപ്പോഴാണ്. അപ്പൊ മാത്രമേ വിരാട് രൂപം ഉണരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എൻലൈറ്റൻമെന്റ്. അതാണ് എൻലൈറ്റൻമെന്റ്. അപ്പൊ അത് ഹൃദയത്തിൽ കൊണ്ടുപോയി വെക്കണം, തലയല്ല. ഈ തലയാണ് ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഒരു കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന തലച്ചോറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതെല്ലാം എവിടെ കൊണ്ടുപോയി മേർജ് ചെയ്യണം? ഹൃദയത്തിൽ. ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് പമ്പ് ചെയ്യുന്ന, രക്തം പമ്പ് ചെയ്യുന്ന ആ അവയവമല്ല ഹൃദയം. പിന്നെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയാകാശം. അവിടെ ഒരു ഹൃദയമുണ്ട്. വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയും, നിങ്ങളുടെ ബുദ്ധി പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഹൃദയം പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞതാണ്. അതാണ് ഭഗവാൻ ഹിരണ്യഗർഭൻ വിഷ്ണു. അതാണ് കൃഷ്ണ ഭഗവാൻ ഉള്ളിലിരിക്കുകയാണ്. അവിടത്തേക്ക് ചേർന്നാൽ മാത്രമേ യഥാർത്ഥമായ ഭക്തി, അത് അനവരതം പ്രവഹിക്കണം. ഒരു നിമിഷം ആ ഭക്തി ഒന്ന് വിട്ടുപോയാൽ പൊട്ടിക്കരയുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അതാണ് ഭക്തി. ഇന്ന് എനിക്ക് ഭാഗവതം വായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് ഒരുപാട് സമയം വിഷമിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തിയായി മാറുന്നത്. അപ്പൊ സീരിയൽ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കും നമ്മൾ. എന്തൊരു ദുഃഖാണ്! അയ്യോ ഇന്ന് കറണ്ടില്ല, സീരിയൽ കാണാൻ പറ്റിയേയില്ല എന്ന് പറയും. അയ്യോ ഇന്ന് എന്റെ മോൻ വന്ന് എന്നെ വിളിച്ചേയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. മോൻ ഇന്ന് എന്നെ വിളിച്ചേയില്ലല്ലോ, എന്ത് പറ്റിയവനെ അമ്പിളി ചേച്ചി ഇന്നലെ പറയുന്നു, വിവേക് വിളിക്കാറേ ഇല്ല സാർ. വിവേകിന് വൈരാഗ്യം ഒന്നിച്ചു. അതാണ് പിന്നെ ഒരു അധ്യായത്തില് പറയാണ്, ഒരു സുഭദ്രാകരണം, ഹിന്ദുവാന്റെ സഹോദരിയാണ് സുഭദ്ര. അപ്പോ സുഭദ്രയ്ക്ക് അർജുനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ബലരാമൻ ദുര്യോധനന് വാക്കു കൊടുത്തു, സുഭദ്രയെ അന്നിക്ക് തരാമെന്ന്. അപ്പൊ എന്താ വേണ്ടത് സംശയമായി. അപ്പൊ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, ഒരു സന്യാസിയായിട്ട് അവിടെ വന്നോളാണ്. അപ്പൊ ഒരു സന്യാസിയായിട്ട് ഒരു ആലിന്റെ ചുവട്ടിലിരുന്നു. കണ്ട നല്ല സന്യാസിയാ. അപ്പൊ ബലരാമൻ പോയി കണ്ടപ്പോ നല്ല സന്തോഷമായി. അപ്പൊ കൃഷ്ണനോട് പറയാണ്, കൃഷ്ണ അവിടെ ഒരു സന്യാസി വന്ന് ഇരിക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും സുഭദ്രയുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരിക്കല്ലേ, നമുക്ക് ആ സന്യാസി ഒന്ന് തുറന്ന് നമുക്ക് സ്വീകരിക്കാം, ഇവിടെ 3 ദിവസം ആതിഥ്യം കൊടുക്കാം എന്ന് പറയാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, വേണ്ട ഏട്ടാ, വിവാഹപ്രായം കഴിഞ്ഞ പെൺകുട്ടിയാ, ഈ സന്യാസിമാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേണ്ടാത്തൊന്നും ചെയ്യണ്ടാവും. കൃഷ്ണൻ എപ്പോഴും അങ്ങനെ തോന്നുള്ളൂ, നല്ലതൊന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഏട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്തു. അപ്പൊ രണ്ടുമായി, അവനെൻ്റെ ഇഷ്ടമായി, ഏട്ടൻ്റെ ഇഷ്ടമായി. അപ്പൊ ബലരാമൻ ആ സന്യാസിയെ വിളിച്ചു കൊടുന്നു, സുഭദ്ര കല്യാണത്തിനും ആക്കി. അപ്പൊ കൊണ്ടു കൊടുക്കുമ്പോ സുഭദ്ര ചോദിക്കാണ്, എവിടെയാണ് സന്യാസി, എങ്ങനെയാണ്? അപ്പൊ ഇങ്ങനെ നടക്കണതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പാണ്ഡവന്മാരെയൊക്കെ അറിയോ? അപ്പൊ അറിയാം. അല്ല അർജുനനെ അറിയോ? അർജുനൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് അപ്പൊ എങ്ങനെ അർജുനെ അറിയാല, അങ്ങനെ ചോദിച്ചതാണെന്നൊക്കെ പറഞ്ഞു. കൃഷ്ണനൊന്നും അറിയാത്ത പോലെ അവിടെ നടന്നു. അപ്പൊ അത് കഴിഞ്ഞ് അർജുനൻ പറഞ്ഞു, ഞാൻ അർജുനനാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വേണ്ടേ? അപ്പൊ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമുണ്ട്. അപ്പൊ സുഭദ്ര തേര വിളിക്കും. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ആ ഉത്സവത്തിന്
സുഭദ്ര തേല ഒഴിച്ച് അർജുനൻ അങ്ങനെയാണ്. അപ്പൊ സുഭദ്ര കൊണ്ടുപോയി. ബലരാമൻ വന്നു, എവിടെയാ സന്യാസി ചോദിച്ചു. അത് സുഭദ്ര കൊണ്ടുപോയി. സുഭദ്ര കൊണ്ടുപോയോ? ഞാൻ അന്ന് എന്നോട് പറഞ്ഞതാ സുഭദ്രയുടെ വിനി പഠിപ്പിക്കുന്നതാണെന്ന് പറയാം. ഈ സ്ത്രീകളെ വിനി പഠിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് സുഭദ്ര അത് കൊണ്ടുപോയി. അപ്പൊ അപ്പൊ അവിടെ ഇതിന്റെ പ്രായശ്ചിത്തത്തെ പറ്റിയാണ് ഇതിനടുത്ത സ്കന്ധത്തിലാണ് അതിൽ പറയുന്നത്. ഷഷ്ഠസ്കന്ധത്തിൽ 1, 2, 3 അധ്യായത്തില് അജാമിളന്റെ കഥയിലൂടെയാണ് ഇതിന്റെ പ്രായശ്ചിത്തം പറയുന്നത്. എന്താണ് ഇതിനൊരു പ്രായശ്ചിത്തം എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട്, ആനയുടെ കുളി പോലെയാണ്, നമ്മൾ ആനയെ കുളിപ്പിക്കുന്നത് പോലെയാണ് മഞ്ഞി കുഞ്ചര ശൗചവർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആനയെ കുളിപ്പിച്ചതുകൊണ്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. നമ്മൾ ആനയെ കുളിപ്പിച്ച് നിർത്തുന്നു, ആന എന്ത് ചെയ്യും? ആദ്യം മണ്ണ് വാരിടും. അപ്പൊ ഇതുപോലെയാണ് പ്രായശ്ചിത്തം. നമ്മൾ തെറ്റ് ചെയ്യുന്നു, അതിന് പ്രായശ്ചിത്തം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും തെറ്റാവർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല ഉദാഹരണത്തിലൂടെയാണ് പറയുന്നത്. ആനയെ കുളിപ്പിക്കുന്നത് പോലെ യാതൊരു ഫലവും ഇല്ലാത്തതാണ് പ്രായശ്ചിത്തം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരമാവധി നമ്മൾ ഇങ്ങനത്തെ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് കുട്ടികളെയൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ ഇത് കേൾക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം വയസ്സായി മരിക്കാറായി ഭാഗവത മോശമല്ല, പക്ഷെ വളരെ ചെറിയ കുട്ടികൾ. നമുക്ക് പ്രഹ്ലാദന്റെ കഥയിലൊക്കെ നമ്മൾ ഇനി അനുസ്മരിക്കും. അപ്പൊ പറയാണ് ചെയ്യാതിരിക്കാം. അപ്പൊ പരീക്ഷത്തിന് ജിജ്ഞാസയാണ്, ഇനി ചെയ്തു പോയാൽ എന്ത് ചെയ്യും? അവിടെയാണ് ശ്രീശുഖ ബ്രഹ്മർഷി അജാമിളന്റെ കഥയിലൂടെ അങ്ങനെ ചെയ്തു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പ്രായശ്ചിത്തത്തെ പറ്റി പറയുന്നത്. അപ്പൊ കന്യാകുബ്ജത്തിലൊരു ബ്രാഹ്മണന്റെ കഥയാണ്. ബ്രാഹ്മണൻ എന്നുള്ളൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മോശം സ്ത്രീകൾ എന്നൊന്നും പറയുന്നില്ല. ഇവിടെ തന്നെ പറയുന്നുണ്ട് നഷ്ട സദാചാരം എന്നേ പറയുന്നുള്ളൂ. സദാചാരങ്ങളില്ലാത്ത അത്രയും വിചാരിച്ചാൽ അല്ലാണ്ട് വളരെ മോശമായിട്ടൊന്നും നമുക്ക് അങ്ങനെ ചിത്രീകരിക്കാൻ പറ്റില്ല. സദാചാരം, നല്ല ആചാരങ്ങളിലൂടെ അല്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയുമായി ജീവിക്കുന്നു. കുട്ടികൾ ഉണ്ടാവുന്നതാണ്. അതിൽ ഏറ്റവും 10 കുട്ടികളാണ് ഉണ്ടാവുന്നത്. അവസാനത്തെ പുത്രന് നാരായണൻ എന്ന് പേരിടാണ്. അങ്ങനെ ചെയ്യുന്നതൊക്കെ ദുഷ്കർമ്മങ്ങളാണ്, വളരെ മോശമായുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രായമായി മരിക്കാറായ സമയത്ത് യമദൂതന്മാർ വരികയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെയാണ് വിളിക്കുന്നത്? അവസാനത്തെ ഏറ്റവും ഇഷ്ടമുള്ള പുത്രനാണ്. പുത്രനെ വിളിക്കുകയാണ്, നാരായണ എന്ന് വിളിക്കുകയാണ്. ആ ഒരൊറ്റ വിളിയിലൂടെ വരുന്നതാരാണ്? പിന്നെ വിഷ്ണുദൂതന്മാരാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു 100% പാപം ഒഴിവാക്കുന്നു ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ഞാൻ എപ്പോഴും ഭാഗവതം അതൊക്കെ പറയുന്നുണ്ട്, പുരാണങ്ങൾ വായിക്കാൻ, ദാനം, അതൊക്കെ ഇതിനുള്ള പ്രായശ്ചിത്താണ്. പക്ഷെ നമുക്ക് എപ്പോഴും അതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്താൽ മതി? നാമജപമെങ്കിലും നമ്മൾ ചെയ്യണം. നാമജപത്തിലൂടെ നമുക്ക് പാപങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും ഈ അജാമിളന്റെ കഥ അഗസ്ത്യ മഹർഷി മലയാചലത്തിൽ പാടി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുംഭസംഭവൻ അഗസ്ത്യ മഹർഷി ഇപ്പോഴും ഈ അജാമിളന്റെ കഥ പാടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, ഇപ്പോഴും അതിന് ഈ അജാമിളന്റെ കഥയ്ക്ക് അത്രയും പ്രസക്തിയുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ജോലിക്കൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ സത്സംഗം അതിന് നമ്മൾ നല്ല ഭാഗ്യം ചെയ്യണം. അപ്പൊ നമ്മള് ചെറിയ പ്രായത്തിൽ, അതിപ്പോ പ്രഹ്ലാദന്റെ കഥയിൽ നമുക്ക് കേൾക്കാം, കൗമാര ആചരണമാണ്. ചെറുപ്പത്തിലേ നമ്മൾ ഈ ഭഗവത് കഥകൾ അല്ലെങ്കിൽ ഈ ആചരണങ്ങളൊക്കെ നടത്തണം എന്നാണ് പറയുന്നത്. ആയ
നാരായണ നാരായണ. അപ്പോ അതിലൊന്നും ഒരു വിഷമമില്ല. നമുക്ക് വിഷമം എന്താണ്? അയ്യോ ഇന്ന് വിളക്ക് കത്തിച്ചില്ലല്ലോ, അതൊരു വിഷമം. ഇന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയില്ലല്ലോ, ഇന്ന് ഭാഗവതം എന്താ പ്രശാന്ത് സാറിന്റെ വീട്ടിൽ നടക്കുകയാണ്, എല്ലാവർക്കും ഭാഗവതം കേൾക്കാനുള്ള ഒരു പരമമായ ഭാഗ്യത്തെ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അവിടെ പോയി കുറച്ച് സമയമെങ്കിലും എനിക്ക് ചെലവഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന ഒരു മനസ്സുണ്ടോ? അവിടേക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരദമ്യമായ ആഗ്രഹം അറിയാതെ വളരെ നാച്ചുറലായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായ ഭക്തി എന്ന് ഭഗവാൻ പറയാണ്. എന്റെ ഭഗവാൻ പറയണേ, അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ദിവ്യലീലകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ സർവനിര്യാണിയും പുരുഷോത്തവനുമായ എന്നിൽ ഗംഗാപ്രവാഹം സമുദ്രത്തിലെന്ന പോലെ ഇടവിടാത്തതും കാമനാലെ അംശപ്പെടാത്തതും വേദഭാവരഹിതവുമായ മനോവൃത്തി എന്ന ഭക്തി പ്രവഹിക്കുമ്പോൾ നിർഗുണഭക്തി ഉണ്ടാവുന്നു. എന്നിലേക്ക് പൂർണ്ണമായും പ്രവഹിക്കുന്ന ഭക്തി. അപ്പോ ആ നിർഗുണ ഭക്തി ഉണ്ടാവുന്നത് തന്നെയാണ് ജ്ഞാനം. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്തി ജ്ഞാനത്തിന്റെ മാതാവാണെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു നിമിഷം പോലും ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥ സംഭവിക്കുന്ന സമയത്ത് ജ്ഞാനിയായി മാറുന്നു. ഇതിനെ ഭഗവാൻ ഭാഗവത്തിൽ പറയുന്നു, അത് തന്നെയാണ് പരമപുരുഷാർത്ഥം, മോക്ഷം. പരമപുരുഷാർത്ഥം എന്താണ്? മോക്ഷമാണ്. അത് തന്നെയാണ് മോക്ഷം. എന്ത്? ഗംഗാ നദി സമുദ്രത്തിലേക്ക് എത്താൻ അനവരതം പ്രവഹിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം എപ്പോഴും ഭഗവാനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് മോക്ഷം. അത് മോക്ഷത്തിന്റെ ഇതൊരു ഡെഫിനിഷനാണ്. ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം. ഭഗവാനല്ലാതെ മറ്റൊന്നും വേണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്താൻ പറ്റണം. അപ്പൊ അത് മോക്ഷം. എന്നിട്ട് ഭഗവാൻ പറയാണ്, ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹൃദാഹൃതം വ്യവഹിതായ ഭക്തി പുരുഷോത്തമേ. ആ നിർഗുണ ഭക്തി തന്നെയാണ് പരമപുരുഷാർത്ഥം. ആ ഭക്തി കൊണ്ട് ത്രിഗുണങ്ങളെ കടന്ന് ബ്രഹ്മഭാവത്തിന് ഒരാൾ യോഗ്യമായി തീരുന്നു എന്നാ പറയണം. അങ്ങനെ അനവരതം ഭഗവാനിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരുന്നാൽ എന്ത് സംഭവിക്കും? ഈ ഗംഗാനദി അവസാനം സമുദ്രവുമായിട്ട് ലയിക്കും. പിന്നെ അത് സമുദ്രമായി മാറും, ഭഗവാനായി മാറും. അതാണ് ഭഗവാനിൽ ഐക്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സമുദ്രത്തിലെ തുള്ളി, ഒരു വെള്ളത്തുള്ളി ആ സമുദ്രത്തിന്റെ ഭാഗമായി മാറുന്നത് പോലെ മാറും. ശ്രീരാമകൃഷ്ണദേവന്റെ അതിമനോഹരമായിട്ടുള്ള ഉപമയാണ് ഉപ്പുപാവ കടലിന്റെ അടിയിൽ കടലിന്റെ ആഴമളക്കാൻ പോയതുപോലെയായി മാറും. ഉപ്പുപാവ കടലിന്റെ അടിക്ക് പോയ എന്തായിരിക്കും അവസ്ഥ? തിരിച്ചു വരാൻ പറ്റുമോ? അങ്ങനെ ആയിരിക്കും. ഭഗവാനിൽ പോയി ലയിക്കും. പിന്നെ സ്വാതന്ത്ര്യം, ആനന്ദം. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതിൽ കവിഞ്ഞ ഒരു ലക്ഷ്യം ഈ മനുഷ്യ ജീവിതത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കണം എന്ന് കപിലമുനി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊരു ഭാഗ്യം ചെയ്ത ഒരു അമ്മയാണെന്ന് നോക്കൂ. മകനിൽ നിന്ന് ജ്ഞാനം കിട്ടുക ആ ഭാഗ്യാണ്. ശ്രീരാമകൃഷ്ണദേവനും അമ്മയ്ക്ക് ജ്ഞാനം കൊടുക്കുന്നുണ്ട്. ചന്ദ്രമണി ദേവി ദക്ഷിണേശ്വരത്തിൽ വെച്ചിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പൊ അമ്മ പറയുന്നുണ്ട്, എനിക്കിനി ഒന്നും വേണ്ട, ഈ ഗംഗാ മാതാവിന്റെ ഈ തടത്തില് സമാധാനമായിട്ട് കഴിഞ്ഞാൽ മാത്രം മതിയെന്ന് ഭഗവാനോട് പറയും. ഉറുമ്പിലും പുഴുവിലും വൃക്ഷത്തിലും എല്ലാ ചരാചരങ്ങളിലും ഭഗവാന്റെ സ്പന്ദനം കാണും. അതുകൊണ്ട് ജഡഭരതൻ നടക്കുമ്പോൾ വഴിയിലെ ഉറുമ്പുകളെയും മറ്റു ജീവികളെയും ചവിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് പല്ലക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളകിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് രാജാവ് രഘുഗുണൻ
കോപത്തോടെ ചോദിക്കുന്നു, എന്താ ഇങ്ങനെ നടക്കുന്നത്? ശരിയായി ചുമക്കാൻ പറ്റുന്നില്ലേ? ഇത്രയും ദുർബലരാണോ നിങ്ങൾ? രാജാവേ, ആരെയാണ് അങ്ങ് ദുർബലൻ? ഇത് മനസ്സിലാക്കി ഉടൻ തന്നെ പല്ലക്കിൽ നിന്നിറങ്ങി ജഡവല്ലന്റെ കാൽക്കൽ നമസ്കരിക്കുന്നു. ജഡഭരതന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അമിതാസക്തി സുന്ദരത്തിന് കാരണമാണ്. വാസുദേവായ ചിന്തയാ ചോദിതോ